ഹോട്ടൽ മുറിയിലെ ബാറ്റബിൽ അയാൾ അങ്ങനെ റിലാക്സ് ആയിട്ട് കിടക്കുകയാണ്. ചുറ്റും മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആളടിച്ച് പൂസാണ്. സൈഡിലുണ്ടായിരുന്ന ചെറിയ മേശപ്പുറത്ത് കത്തിച്ചു വെച്ച മെഴുകുതിരികളോടൊപ്പം മദ്യം കുടിച്ച ഗ്ലാസും ഉണ്ട്. ബാറ്റബിൽ കിടന്ന് കള്ളുപിടിക്കുന്നത് വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ആളങ്ങനെ കിറങ്ങിയിരിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരാൾ കയ്യിൽ കറുത്ത ഗ്ലൗസ് ഇട്ടുകൊണ്ട് വരുന്നു. ബാറ്റബിൽ കിടക്കുന്നവൻ പൂസായതുകൊണ്ട് അത് അറിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അവന്റെ കാലിൽ പിടിച്ച് ആ വന്നവൻ ബാറ്റബിലേക്ക് വലിച്ചിടുന്നു. ബാറ്റബിലെ വെള്ളത്തിൽ കിടന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ കൈയിട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ വന്നവൻ കാലിൽ ബലമായി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കൈയിട്ടടിച്ച ശേഷം അവൻ ശ്വാസം മുട്ടി മരിച്ചു പോകുന്നു. അവൻ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ വന്നവൻ കാലിലെ പിടുത്തം വിട്ടിട്ട് അവിടെ നിന്നും പോകുന്നു. പിറ്റേ ദിവസം മോർഗനും കാരഡൊക്കെ അവിടെ എത്തി പരിശോധിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചതായിരിക്കും എന്നാണ് നിനക്ക് തോന്നുന്നതെന്ന് കാരഡയ്ക്ക് ചോദിച്ചപ്പോൾ മോർഗൻ ഒഴിഞ്ഞ മദ്യ ഗ്ലാസ്, കത്തിത്തീർന്ന മെഴുകുതിരികൾ, തുണികൾ എല്ലായിടത്തുമായി എറിഞ്ഞിട്ടിരിക്കുന്നു. പിന്നെ ഈ കൊലപാതകം മറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്ന 3 ടവലുകളിൽ 2 ഒരേപോലെയാണ് മടക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ ഒരെണ്ണം മാത്രം വേറെ രീതിയിലും. അതായത് കൊലയാളി ആ ടവൽ ഉപയോഗിച്ച് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ തുടച്ചിട്ടുണ്ട്. അതിന്റെ പാട് തറയിലുണ്ട്. സാധാരണ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ പ്രൊഫഷണൽ ആയിട്ട് തറ തുടയ്ക്കാൻ മൈക്രോ ഫൈബർ തുണിയാണ് ഉപയോഗിക്കുന്നത്. അത് ആ കൊലയാളിക്ക് അറിയില്ല. മോർഗൻ ഒരു പ്രൊഫഷണൽ ക്ലീനിങ് സ്റ്റാഫ് ആയിരുന്നല്ലോ, അതുകൊണ്ട് അവൾക്കത് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇങ്ങനൊരു എക്സ്പെൻസീവ് ഹോട്ടലിൽ ഈ ഒരു സെറ്റപ്പിൽ ഇവൻ ഒറ്റയ്ക്കായിരുന്നിരിക്കില്ല. ഇന്നലെ രാത്രി ഇവന്റെ ഒപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നിരിക്കും. ഒരുപക്ഷെ അവൾ ഒരു ഭംഗിയുള്ള ബ്രൂണറ്റ് ആയിരിക്കും എന്ന് മോർഗൻ പറയുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഓസും ഡാഫ്നിയും വരുന്നു. അവർക്ക് കൊല്ലപ്പെട്ട ആളുടെ വാലറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും അയാളുടെ പേര് അവർ മനസ്സിലാക്കുന്നു. എർനെസ്റ്റ് ലൊസാനോ, മെക്സിക്കൻ ആണ്. അപ്പോൾ ആരാണ് ആ കൊലയാളി എന്നറിയാൻ ഈ ഇൻവെസ്റ്റിഗേഷൻ സീരീസിന്റെ ഈ 3ാമത്തെ എപ്പിസോഡിന്റെ മുഴുവൻ കഥ നമ്മുടെ ചാനലിലുണ്ട്. കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ.